അപ്പം അങ്ങനെ നല്ല സിനിമ, നല്ല സിനിമയിൽ നല്ല ഗാനങ്ങൾ എന്ന് പറയുന്നത് വർക്കിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു റാപ്പ് സോങ് ഉണ്ട്, ഫെജു ചെയ്തിരിക്കുന്ന റാപ്പ് സോങ് ഉണ്ട്. സോ റീ റെക്കോർഡിങ്ങും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ എൻ്റെ ഒരു പാട്ടുണ്ട് നെഞ്ചിലേ നെഞ്ചിലേ, ആ പാട്ടിന് ആ സിനിമയിൽ വളരെ അടുത്ത് കിടക്കുന്ന ഒരു കഥയുമുണ്ട്. അപ്പം അതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. സുകുമാരൻ ഫാമിലി നമ്മൾ പറയാണ്, ശ്രീ സുകുമാരൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് വരുമ്പോൾ നേരത്തെ പൂർണിമ ശരിക്കും സീനിയറാണ്. ഇപ്പം ഇന്ദ്രജിത്തിനെ വെച്ച് നോക്കുമ്പോഴും പൃഥ്വിരാജിനെ വെച്ച് നോക്കുമ്പോഴും ഇപ്പം സുകുമാരൻ സാറ്, മല്ലികാമ്മ, അതിനുശേഷം പൂർണിമ, ഇങ്ങനെയാണ് ആ ഒരു ഗ്രാഫ് പോകുന്നത്. പക്ഷേ ഈ വിവാഹം കഴിച്ചതിന് ശേഷം, അതെ, വർഷങ്ങൾ വെച്ച് കഴിയുമ്പോൾ പിന്നെ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഈ ശ്രീ സുകുമാരൻ ഫാമിലിയുടെ ഒരു ബാഗേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ഇത്രയും ആർട്ടിസ്റ്റ് വരുന്ന ഒരു കുടുംബത്തിൽ നിന്നും. ഇത് എപ്പോഴെങ്കിലും കോപ്പപ്പ് ചെയ്ത് പോവേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ എപ്പോഴെങ്കിലും ഒരു വെയിറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? പ്രൊഫഷണൽ ഫ്രണ്ടിലില്ല, അക്സെപ്റ്റൻസ് ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. എനിക്ക് ഒരിക്കലും ഇതൊരു ബാഗേജ് ആയിട്ട് തോന്നിയിട്ടില്ല. അതൊരു ടാഗ് തന്നെയാണ്, അത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ മേ ബി എന്നെ പൂർണ്ണിമ നൃത്യത്തിൽ നിന്ന് അറിയുന്നവരുണ്ട്, പൂർണ്ണിമ മോഹൻ എന്നറിയുന്നവരുണ്ട്, പ്രാർത്ഥനയുടെ അമ്മയായിട്ട് അറിയുന്നവരുണ്ട്, മല്ലിക സുകുമാരൻ്റെ മരുമോളായിട്ട് അറിയുന്നവരുണ്ട്, സുകുമാരൻ്റെ മരുമോളായിട്ട് അറിയുന്നവരുണ്ട്. അപ്പോൾ അത് എടപ്പാള് ഭാഗത്തും ഇന്ദ്രൻ്റെ അച്ഛൻ്റെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ അമ്മമ്മമാരും എല്ലാവരും അവർക്കൊക്കെ ഞാൻ ആരാന്ന് പോലും ഓർമ്മയുണ്ട്. അവർക്ക് ഞാൻ മല്ലികയുടെ മരുമോൾ അല്ലെങ്കിൽ സുകുമാരൻ്റെ മരുമോളാണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ എനിക്ക് പ്രൊഫഷണൽ ഫ്രണ്ടിൽ അത് ഒരിക്കലും അങ്ങനെ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ കാരണം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഭയമായിട്ടോ അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടൊന്നുമില്ല. പേഴ്സണൽ ഫ്രണ്ടിലാണെങ്കിലും പ്രൊഫഷണൽ ഫ്രണ്ടിലാണെങ്കിലും എപ്പോഴും എനിക്കത് ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ഗ്രേസ്ഫുള്ളായിട്ട് ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവനവൻ്റെ ഐഡൻറ്റിറ്റി എപ്പോഴും മിസ്സായി പോകും. അത് സോഷ്യൽ കണ്ടീഷനിങ് അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ എന്ത് ഇതിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് ചെയ്താലും അത് ഫാമിലിയുടെ ടാഗ് ഉള്ളത് കൊണ്ട് അത് അവർക്ക് എളുപ്പമാണ് എന്ന ആ ഒരു ക്യാൻസലേഷനാണ്. നമ്മുടെ എഫേർട്ടൊക്കെ കോൺസ്റ്റൻ്റ്ലി ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. കാരണം ആ ടാഗ് ഭയങ്കര നമ്മളെക്കാളും വലുതാണല്ലോ നമ്മളുടെ ബ്രാൻഡിങ്, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആ ലേബിൾ. അപ്പോൾ ആ ടാഗ് കാരണം എനിക്ക് എഫേർട്ട് കൂടുതലായിട്ട് തന്നെ എടുക്കേണ്ടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ചലഞ്ചിങ് ആയിട്ടാണ് തോന്നുന്നത് എനിക്ക്. അത് കൂടുതൽ സാറ്റിസ്ഫൈങ് ആണ് ആ ജേർണി. കാരണം അതിൻ്റെ ഇടയിലും നമ്മൾ യാത്ര ചെയ്ത് അവനോണ്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റിയാൽ അതൊരു ഐ തിങ്ക് അതൊരു ജേർണി വർത്ത് ട്രാവലിംഗ് തന്നെയാണ്. മേക്കേഴ്സ് ചില സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആവാറുണ്ട്, ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ. കാരണം ഓഡിയൻസിൻ്റെ ഒരു ഫീഡ്ബാക്ക് പെട്ടെന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു മേക്കർ അദ്ദേഹത്തിൻ്റെ ഫിലിം മുൻപിലോട്ട് വെക്കുമ്പോഴത്തേക്കും അതിന് 4 സൈഡിൽ നിന്നും അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കുമുള്ള ഒരു ഭയങ്കര ഒരു റിവ്യൂ, അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം, അല്ലെങ്കിൽ അത് പോസിറ്റീവോ നെഗറ്റീവോ ആവട്ടെ, അത്രയും അഡ്വാൻസ്ഡായി നമ്മളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓഡിയൻസിനെ, ഈ മാറ്റത്തെ പൂർണിമ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ്? ഐ എം ഷുവർ വളരെ ചലഞ്ചിങ് ഫേസ് തന്നെയാണ് ഈ സിനിമയിൽ. ക്രിയേറ്റീവ് ഫീൽഡിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ക്യാൻസൽ ചെയ്ത് ഒരു ക്യാൻസലിങ് കൾച്ചറും ഇവിടെ വളരെയധികം ഉണ്ടല്ലോ. പിന്നെ ഈ ഈ ഒരു സാഹചര്യത്തിൽ, ഈ സർക്കംസ്റ്റൻസസിലാണ് ശരിക്കും നമുക്ക് കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് ത്രൈവ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുക. കാരണം നമുക്ക് നല്ല മൈൻഡ് സെറ്റോടു കൂടിയാണ് നമ്മളിരിക്കുന്നത്, കോൺഫിഡൻറ്റ് മൈൻഡ് സെറ്റോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം നമുക്ക് നമ്മളുടെ ക്രാഫ്റ്റിൽ കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വാട്ട് എവർ ഇസ് ഔട്ട്കം ഔട്ട് ഓഫ് ഇറ്റ്, അത് ഇറ്റ് ഇസ് നോട്ട് ഇൻ യുവർ ഹാൻഡ് അല്ലേ. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അത് പറയാൻ ശ്രമിച്ചു. ഒരാളുടെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ബിക്കോസ് ഔട്ട്കം എന്തായാലും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. സോ വാട്ട് എവർ ദി ഔട്ട്കം ഇസ്, വാട്ട് എവർ ദി ഫീഡ്ബാക്ക് ഇസ്, ആ ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് എടുക്കുക. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ആ ലൈൻ വരയ്ക്കുന്നത് ആരാണ്? ഇങ്ങനെയുള്ള കുറേ ഗ്രേ ഏരിയാസ് ഉണ്ട്, കുറേ ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഐ തിങ്ക് ഒരു സമൂഹം എന്ന രീതിയിൽ ഒരുപോലെ ഈ വിഷയത്തെ കണ്ടാൽ മാത്രമാണ് നമുക്കെല്ലാവർക്കും ഒരു ഹെൽത്തി എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ അവനവൻ്റെ മെൻറ്റൽ സാനിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കുക എന്നത് മാത്രമേ നമുക്ക് പറ്റുന്ന ഒരു കാര്യമുള്ളൂ. സോ ഐ തിങ്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ. ആക്ച്വലി നമുക്കറിയാം ക്രിറ്റിസിസം വളരെയധികമുണ്ട്. റിവ്യൂവിൻ്റെ പേരിലാണെങ്കിലും സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന പകരം ഡൈസെക്റ്റ് ചെയ്യുക ക്രാഫ്റ്റിനെ. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ജഡ്ജ്മെൻറ്റലിലുള്ള അഭിപ്രായങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. പക്ഷെ അതിൻ്റെ നെറേറ്റീവ് ചൂസ് ചെയ്യുന്ന ഭാഷ, ടോണ്, പറയുന്ന രീതി എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ചിലപ്പോൾ നമുക്കത്
അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ, ഇതെല്ലാം ഗുഡ് ആൻഡ് ബാഡ്സ് എല്ലാത്തിനും ഉണ്ടല്ലോ. ബട്ട് ഒരു പ്ലെയിൻ സ്ലേറ്റ് ആയിട്ട് എല്ലാത്തിനെയും നമ്മൾ കേൾക്കുകയും അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ത്രൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഡിസ്ഹാർട്ടൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ താഴത്തോട്ട് വലിക്കുന്ന എല്ലാത്തിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റാവുന്ന ഒരു സാനിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ ഐ തിങ്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. സോ അവിടെയാണ് നമ്മൾ എന്ത് ക്രിറ്റിസിസം വന്നാലും അത് കൺസ്ട്രക്റ്റീവായിട്ട് എടുക്കുന്നത് നമ്മളാണ്. നമ്മളതിനെ കൺസ്ട്രക്റ്റീവ് ആക്കി എടുക്കുന്നതാണ്. പോസിറ്റീവായിട്ട് വന്ന ഫീഡ്ബാക്ക് ആണെങ്കിലും അതിൽ അപ്രീഷിയേറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ കൂടുതൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സപ്പോർട്ട്. സോ അതിനൊരു ഐ തിങ്ക് ഒരു ക്ലോസ് കമ്മ്യൂണിറ്റി നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ നന്നാവും എന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് എഫേർട്ട്. തിരിച്ച് ഒരു കട്ടിൽ ഒരു മുറിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സീൻ എന്തായിരുന്നു? അതിനകത്തൊരു സീനുണ്ട്. ഇവർ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇവരുടെ ഉള്ളിൽ നിന്നൊരു വല്ലാത്തൊരു ഏക്കം വരുന്നൊരു സീനുണ്ട് ഇമോഷണലി. അതാണ് അക്കമ്മയ്ക്ക് ആ സിനിമയിലുടനീളം അതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന അക്കമ്മ അല്ല അവർ എന്ന് തോന്നാൻ ആ ഒരൊറ്റ മൊമെൻറ്റ് മതി. അതെനിക്ക് വളരെ എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടേക്കൻ ഓക്കെ. ഭയങ്കര സന്തോഷം. അതാ എനിക്കിപ്പോഴും ഉണ്ടാക്കിയേക്കാൻ എല്ലാവരും ഭയങ്കര ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എനിക്കത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അത് നമ്മൾ ചെയ്തത് ശരിയാണോ ഇല്ലയോ എന്നൊരു തോട്ട് പ്രോസസ്സിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ മൊമെൻറ്റിൽ പെട്ടെന്ന് ഡയറക്ടർ എഴുന്നേറ്റ് അടിപൊളി എന്ന് പറയുമ്പോൾ ഒരു കിട്ടുന്ന പെട്ടെന്നൊരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ അത് മേ ബി ആ ഒരു റെസ്പോൺസ് അപ്പോൾ കിട്ടിയത് കൊണ്ടാവും അതെൻ്റെ മനസ്സിലങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞു, ഞാൻ ഇനി സ്ക്രീനിൽ പോയി കണ്ടാലാണ് എനിക്കറിയാം. ഈ ചില കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് ഒരു പക്ഷെ നമുക്ക് പ്രേക്ഷകനോട് അത് പ്രേക്ഷകന് ചിലപ്പോൾ അത് സ്ക്രീനിൽ കാണാൻ പറ്റില്ല, അത് ചെയ്യുന്ന ആള് അറിയുണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ എൻ്റെ ഇമോഷണൽ ജേർണി എന്ന് പറയുന്നത് ഞാൻ അന്ന് ഇമോഷണലി വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, എനിക്കുണ്ടായിട്ടുള്ള യാത്ര, ഇതെല്ലാം വെച്ച് ഞാൻ നോക്കുമ്പോഴാണ് അത് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാണുന്ന പ്രേക്ഷകന് അതൊന്നും ചിലപ്പോൾ തോന്നുകയില്ലായ്മായിരിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ അത് ഫെയിലായി എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നമുക്ക് ഇട്ടു എന്ന് ആ ഒരു എക്നോളജ്മെൻറ്റ് നമുക്ക് അപ്രീസിയേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഫെയിലായാൽ മേ ബി നെക്സ്റ്റ് ടൈം യു നോ ഹൗ ബെറ്റർ യു ഷുഡ് ഡു ഇറ്റ്, ഓർ വാട്ട് ഇസ് ഇറ്റ് ദ ഡിഫറെൻറ്റ് യു ഷുഡ് ഡു എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസിലൂടെ മാത്രം കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഐ തിങ്ക് കാലക്രമേണ വന്നു ചേരുന്നതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫ്രഷറിൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. ഇത് കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിനോടുള്ള ഒരു പെർസെപ്ഷൻ മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ആക്ടിങ് അല്ലെങ്കിൽ ആക്ടിങ് വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ ഐ മീൻ എന്നും എനിക്ക് ഇറ്റ് വാസ് മൈ സോൾ കോൾ. ഇറ്റ് വാസ് ഓൾവേസ് ബീൻ ലൈക്ക് ദാറ്റ്. നേരത്തെ ഞാൻ സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്തും പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് അഭിനയം എന്ന് പറയുന്നത്. കാരണം ഞാനെന്ന വ്യക്തിയിൽ നിന്നും എത്ര മാറി നിൽക്കാൻ പറ്റുമോ, അതായത് ഒരു എസ്കേപ്പ് റൂട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ പറ്റില്ലല്ലോ. അതെ, ഇപ്പം ഞാൻ നിന്നിപ്പോൾ ഇവിടെ അക്കാമയായിട്ട് പെരുമാറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇല്ലേ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മളല്ലാതെ മാറി നിന്ന് വേറൊരു കഥാപാത്രമാവുക, വേറൊരു ആളാവുക എന്ന് പറയുന്നത് എനിക്കെൻ്റെ റിയാലിറ്റിയിൽ നിന്നുമുള്ളൊരു എസ്കേപ്പ് റൂട്ടാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു കാര്യം തന്നെയാണത്. അപ്പോൾ അത് ഐ തിങ്ക് കൂടുതൽ ചെയ്യുമ്പോൾ പിന്നെ ഇതെല്ലാം ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഫിനസ് കൂടുതൽ, പോളിഷ് കൂടുതൽ. മനസ്സിലുള്ള പ്രാർത്ഥന അങ്ങനെയാണ്, അത് കൂടുതലും ചെയ്യാൻ പറ്റട്ടെ, എന്നും ചെയ്യാൻ പറ്റട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് തന്നെ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി അത് വർക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് പിന്നെയും ഇമ്മീഡിയറ്റ്ലി അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് വേണം. അതെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തന്നെ ഒരു യാത്ര ഉണ്ടാവുള്ളൂ, നമുക്ക് തന്നെ നമ്മുടെ ജേർണി മനസ്സിലാവുള്ളൂ, ഹൗ ഫാർ വി ഹാവ് ട്രാവൽഡ് എന്നുള്ളത്. സോ ആ ഫ്രീക്വൻസി ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഒരു കട്ടിൽ ഒരു മുറിയിൽ അക്കമ്മ എങ്ങനെയാണ് പൂർണ്ണിമ എന്നൊരു ആക്ട്രസിൻ്റെ ഫ്യൂച്ചറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ ഈ ഒരു കട്ടിൽ ഒരു മുറി എന്ന കഥാപാത്രം ഒരു സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സംസാരിച്ച് പോയിരിക്കുന്ന 40കളിലുള്ള ഒരു സ്ത്രീയുടെ ജീവിതം, അവരുടെ കഥ
നല്ല രസമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെയുള്ള കൂടുതൽ കഥകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ത്രീകളുടെ കൂടുതൽ കഥകൾ പറയാൻ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ അതുപോലെ കഥാപാത്രങ്ങളായി ചെയ്യാൻ എനിക്കും എന്നോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന മറ്റുള്ള ഫീമെയിൽ ആക്ടേഴ്സിനും ആ ഭാഗ്യം ഉണ്ടാവണം, അങ്ങനെ ഒരു സാഹചര്യമായി തീരണം മലയാള സിനിമ എന്ന ഒരു ആഗ്രഹമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് മേ ദ ബെസ്റ്റ് വിൻ, മേ ദ ബെസ്റ്റ് ഗെറ്റ് ദ ബെസ്റ്റ് റോൾ. കാരണം നമ്മുടെ ഇവിടെ എല്ലാ തരം റോൾസ് ചെയ്യാനും ഐ എം ഷുവർ നമ്മുടെ ഇടയിൽ തന്നെ ഫീമെയിൽ ആക്ടേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ കൈനിറയെ കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അതിൽ ഞാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടാൻ തക്കവണ്ണം സിനിമകളും ഇവിടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് ആ ഒരു മനസ്സിലാഗ്രഹമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാലഘട്ടമായി മാറുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഓൺ ചെയ്യാൻ പറ്റുന്ന അവരുടെ സ്പേസ് ഉണ്ടാവും. അവിടെയും എനിക്കൊരു സ്പേസ് ഉണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ഒരു കട്ടിലൊരു മുറിയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് സംസാരിക്കാൻ പറ്റിയതിൽ. വലിയ വിജയമാകട്ടെ സിനിമ. ഒപ്പം പൂർണിമ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരുപാട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അത് OTT പ്ലാറ്റ്ഫോമിലാണെങ്കിലും അല്ലാതെ സിൽവർ സ്ക്രീനിലാണെങ്കിലും ഒക്കെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.